IHNA Australia and Pavaram Cook-Off Smart Curry Powder, C Keralam Super Show, co-powered by Indian Institute of Commerce Lakshya and Ujala Crisp and Shine. Our ice cream partner Camry Ice Cream, special partners Kia Ceros, Equastar UPVC Rain Gutters, Cardiac Coconut Oil and Milma Day to Day Dairy Whitener. Our energy partner Sun Tips Tea. Welcome. കല്യാണം എന്നുള്ളൊരു ഡ്രീമുമായിട്ട് ഒരു 1-2 വർഷമായിട്ട് ഒരു പയ്യൻ ഇങ്ങനെ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ കല്യാണാലോചനയുമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെണ്ണ് കിട്ടാതെയാണോ? ആ ഒരു പയ്യൻ തട്ടത്തിൻ മറയത്ത് ഒരു സുന്ദരിയെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ദർഫ എന്നാണ് ആ സുന്ദരിയുടെ പേര്. ആ ദർഫയുടെ ഇപ്പുറത്ത് കല്യാണം കൂടെ കഴിഞ്ഞപ്പോ ഈ പയ്യന്റെ പേര് ഇങ്ങനെ വന്നു, ദർഫ ഷിയാസ്. ലെറ്റ്സ് വെൽക്കം ദി ന്യൂലി മാരീഡ് കപ്പിൾ, നമ്മുടെ ഷിയാസ് കരീം ആൻഡ് ദർഫ ഷിയാസ്. നിന്നെ കസ്റ്റംസിൽ എടുത്തോളാം എന്ന്. അയ്യോ, ഷിയാസ് യൂട്യൂബ് ചാനലുകളിൽ മൊത്തം ഇന്റർവ്യൂസ് കൊടുക്കുന്ന ഒരാള്. പക്ഷേ ഇവർ തമ്മിൽ ടെൻഷൻ അടിക്കണ്ട. പക്ഷേ ഇവർ തമ്മിലുള്ള ലവ് സ്റ്റോറി, അതിന്റെ ഒരു റിയൽ ഫാക്ട് എന്താണെന്നുള്ളത് ഇതുവരെ പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ദർഫ ഏറ്റവും ആദ്യം പറയട്ടെ. എനിക്ക് ഫസ്റ്റ് 18 years ഓൾഡ് ഉള്ളപ്പോ, ഇപ്പൊ എത്ര ഓൾഡായി? ഇപ്പൊ 22. ഓക്കെ, 18 years ഓൾഡ് ഉള്ളപ്പോ എന്റെ ഫസ്റ്റ് പെണ്ണാണ് വന്നതാണ്. അന്ന് ഞാൻ ചെറുതാണ്. ഷിയാസിന്റെ എത്രാമത്തെ പെണ്ണാണല്ലായിരുന്നു? എന്റെ ആദ്യത്തെ ഒഫീഷ്യലി. എന്റെ ഫസ്റ്റ് പെണ്ണാണല്ലോ 2018. ഓക്കെ, അപ്പോ ഞാൻ ചെറുതല്ലേ, അപ്പൊ എന്റെ കരിയറും ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് പോവണ്ടെന്ന് വെച്ചിട്ട് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഈ 18-ാം വയസ്സിൽ താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാ പെണ്ണാടാൻ സമ്മതിച്ചേ? ഇല്ല, അന്ന് ഞാൻ പഠിക്കായിരുന്നു. ഷിയാസ്കാരും താല്പര്യം ഇല്ലാണ്ടിരുന്നാ. ഇത്രയും നല്ലൊരു സുന്ദരി കുട്ടിയെ എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത്? ഞങ്ങൾ തമ്മിൽ ഏജ് ഗ്യാപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പോഴുണ്ട്. അല്ലല്ല, എനിക്കന്ന് 28 വയസ്സ്, ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയാണെന്ന് 16 പ്രാവശ്യം പറയണത്. എടാ ഇപ്പോഴും ചെറിയ കുട്ടിയാടാ. അവൾക്ക് 22 വയസ്സ്, എനിക്ക് 34 വയസ്സുണ്ട്. കള്ളം പറയല്ലേ, 38. ചേട്ടാ എനിക്ക് 34 വയസ്സുള്ളൂട്ടാ. അപ്പോ കല്യാണം നമ്മൾ വേണ്ടാന്ന് വെച്ചു. അതിന്റെ ഇടയിൽ എന്നെ എല്ലാം അറിയുന്ന ഒരാൾ, കാര്യം എന്നെ 2019 തൊട്ട് 2025 വരെ അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോ അങ്ങനെ കല്യാണം കഴിച്ചാണ്. അല്ലാതെ പിന്നെ ഇവളിപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്. വലിയ കുട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഏറ്റവും, അതായത് ദർഫയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ ഷിയാസിന്? എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഒരു മൂക്കില് ശുണ്ടി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഞങ്ങൾ ഷിയാസിന്റെ അടുത്ത് ഇവിടുന്ന് ഉപദേശിക്കാറുള്ള ഒരു കാര്യം, ഈ ശുണ്ടി മാറ്റിക്കോളൂ, ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോണ കുട്ടി ഭയങ്കര കൂളാണ്. അങ്ങനെ ഒരു ദിവസം വിഷാദമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തേ സത്യം എന്നുള്ള പാട്ട് കേൾക്കുന്നത്. അങ്ങനെ വീണതാണ്. ആണല്ലേ, ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് ആണ്. ആളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടതെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഭയങ്കര വറീഡ് ആയിട്ട് ഇരുന്നാലും ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നാലും ഒരു സെക്കൻഡ് മതി ആൾക്ക് നമ്മളെ ഹാപ്പി ആക്കി മാറ്റാൻ വേണ്ടിട്ട്. എനിക്ക് അങ്ങനെയല്ല. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന എന്റെ ഉമ്മയാണ്. അപ്പോ ഉമ്മേനേക്കാൾ കൂടുതൽ വൈഫിന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാര്യം എന്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവള് പറഞ്ഞെന്ന് പറഞ്ഞാല് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. ആ ദേഷ്യം 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് എന്താ വിനിഷ കല്യാണം കഴിക്കാൻ നിനക്ക് കല്യാണം കഴിക്കുമ്പോ എല്ലാരും മാറും. ലക്ഷ്മി ചേച്ചി, ഈ ചൈന വന്മതിൽ എന്റെ മുമ്പിൽ നിന്ന് മാറ്റും. കുറെ നേരായി കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഷിയാസിന്റെ ക്യാരക്ടറിൽ വന്നിട്ടുള്ളത് കേക്കട്ടെ? ഞാൻ ആക്ച്വലി നേരത്തെ വീട്ടിൽ കയറാൻ തുടങ്ങി. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും വളരെ കുറവാണ്. കാര്യം അഷിപ്പ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളാണ്. കാര്യം ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കൂടെ യാത്ര വിനിഷ, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന നീ എന്റെ കൂടെ എല്ലായിടത്തും വരാറുണ്ടോ? നീ എന്റെ കൂടെ വന്ന് കിടക്കാറുണ്ടോ? നീ എന്റെ കൂടെ വിളിച്ചാണ്ടോ എന്നോട് കിടക്കാൻ വേണ്ടി? എടാ ഇത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വിനിഷ. എടാ ഇതൊരു പുതിയൊരു കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാര്യം എനിക്ക് എന്റെ മാറ്റങ്ങൾ നമ്മൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ ഒരാളെ കിട്ടി. ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എന്റെ മകളെ പോലെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന. ഞാൻ കല്യാണം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഷിയാസ് റൊമാൻറ്റിക് ആണോ
അതും ചോദിക്കണോ? റൊമാൻറ്റിക് ആണ്. ഭയങ്കര റൊമാൻറ്റിക് ആണ്. Highly. ശരി, അങ്ങനെയാണെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് തരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു 2 വാക്ക് സംസാരിച്ചതിന് ശേഷം റൊമാൻറ്റിക് ആയിട്ട് ആ മുത്തേ സത്യ പാടിക്കൊടുത്ത് ഒന്നും കൂടെ ലൈക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കൂടട്ടെ. മുത്തേ സത്യ കേട്ട് എനിക്ക് മടുത്ത് വേറെ പാട്ട് പഠിത്താം. റൊമാൻറ്റിക് ആയിട്ടൊരു ഡയലോഗ് ഡെലിവറി ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം. എന്താ പറയാ, റിസ്ക് എടുത്ത് എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാളാണ് ദർഫ. അത് എടുത്തു പറയാനേ പറ്റുള്ളൂ. കാര്യം എനിക്ക് അറിയാലോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയാൻ പാടില്ല കേട്ടോ. നീ അതിർത്തിലേക്കുന്നു. മെയിൻ കാര്യം എന്ന് പറഞ്ഞില്ലേ, അല്ല റിയൽ ലൈഫില് ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങനെയല്ല. അനുരാഗത്തിൻ വേളയിൽ പരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ മാതരം ഉലയും മണ്ണിൻ വിസ്മയം നീ എൻ്റെ മാത്രം എൻ്റെ മാത്രം ഭയങ്കര റൊമാൻറ്റിക്ക. ദർഫയുടെ ഗിഫ്റ്റ് ആണ്. ഷിയാസ് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഇതിനു മുമ്പും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദർഫ നന്നായിട്ട് പാട്ട് പാടുന്നു. ഷിയാസ് കോട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ പുള്ളിക്ക് വേണ്ടി നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി നീലേ പ്രകാശമേ നിനക്ക് തണലായി ഞാൻ, നിനക്ക് തുണയായി ഞാൻ. മതി. അയ്യോ, ബാക്കി ലിറിക്സ് പറഞ്ഞു. ഇതൊക്കെ അറിയാൻ പാടില്ല. ആണുങ്ങൾക്ക് അറിയരുത്. മനസ്സിലാക്കുന്നു. എന്ത് മനസ്സിലായി? നീ കല്യാണം ചേർന്നു. ഞാൻ പറഞ്ഞില്ല ഞാൻ പാടണില്ലാന്ന്. ശരി, അവരെ കൊണ്ട് മുത്തേ സത്തേ പാടിക്കല്ലോ. അതായത് വൈഫ് കയറി സ്കോർ ചെയ്തപ്പോ ഷിയാസ് ഇങ്ങനെ ഷിയാസെ പാടിപ്പിക്കാം ഉത്തേസത്തെ അല്ലേ, അതല്ലേ കേൾക്കേണ്ടത്. ഓക്കെ, ഷിയാസ് എന്തിനാ ഇമോഷണൽ ആയത്? സഹിക്കാൻ പറ്റാണ്ട് എന്റെ പാട്ട്. ശരി, അപ്പോ ഷിയാസ് കരീം മുത്തേ സത്തെ. അത് എന്റെ ഭാര്യ എന്റെ മുത്ത് ദർഫയ്ക്ക് വേണ്ടി മുത്തേ സത്തെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ധൈര്യമായിട്ട് പാടിയാ എന്തെല്ലാം സഹിച്ചു നമ്മള്. ബുധനാഴ്ചയാണ്, കുഴപ്പമില്ല. വെള്ളി വീണാലും കുഴപ്പമില്ല. മുത്തേ സത്തേ എന്ന് വിളിക്കും കനത്ത് രാവ് ഇന്നാണ്, മാരന്റെ കരളിൽ കുളിരു പകരണ നിക്കാഹ് രാവ് ഇന്നാണ്. ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാരൻ നിൽക്കണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലി നീ കണ്ണു പൊത്തണാലാണ്. മുത്തേ സത്തേ എന്ന് വിളിക്കും അയ്യോ, അതെ, ഇതെന്ത് ഈ പാട്ടിന്റെ പ്രത്യേകതയാണോ ഷിയാസ്? ആരൊക്കെയാണ് പേഴ്സണൽ ആയിട്ടുള്ള വൈരാഗ്യം തീർത്തത്? അതിന്റെ ഇടയ്ക്ക് നടന്ന കൊടുത്തു. ശരി, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഷിയാസ് ആകെ തന്ന കോച്ചിങ് ക്ലാസ് എന്തായിരുന്നു? എന്നോട് പറഞ്ഞ കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഇരുന്ന് വെള്ളം കുടിച്ചിട്ടില്ല. സത്യം. ആ റൂമിൽ എവിടെ ഇരുന്നപ്പോ പറഞ്ഞു, മോളെ നീ ഇന്ന് വെള്ളം കുടിച്ചിട്ടില്ല. മോളെന്നാണോ ഷിയാസ് വിളിക്കുക? തിരിച്ചെന്താ വിളിക്കുക? ബേബി വേണ്ട വിട്ടേക്ക്. ബേബി കുഞ്ഞു മനസ്സാ. ശരി, അപ്പൊ എന്തായാലും ഷിയാസും അതുപോലെ തന്നെ ദർഫ ഷിയാസും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്.
സൂപ്പർ ഷോയില് നമ്മളൊരു ഗെയിമിലേക്ക് പോകാൻ പോവാണ്. ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. കാരണം ഈ ഒരു പീരീഡിൽ ഇവരുടെ ഏറ്റവും ഒരു ഗോൾഡൻ പീരീഡ് ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചെറിഷ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ മൂവിങ് ഓൺ ടു ടാസ്ക് കണ്ണും കണ്ണും നോക്കിയ. അതായത് ഇത്രയേ ഉള്ളൂ. കണ്ണും കണ്ണും നോക്കിയ നമ്മൾ കൗണ്ട് ഡൗൺ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടുന്ന് നമ്മൾ മാറ്റുമ്പോൾ ഷിയാസ് എന്തെങ്കിലും കോമഡി എക്സ്പ്രഷൻസ് ഇട്ടിരിക്കുകയായിരിക്കും. ഔട്ടാക്കാൻ വലിയ പാടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ചിരിക്കാതിരിക്കണം. ഷിയാസ് ചിരിപ്പിക്കണം, അല്ലെങ്കിൽ ഷിയാസിന് പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, കണ്ണും കണ്ണും നോക്കിയാ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിസ്സംശയം പറയാ കുരങ്ങൻ. ചിരിക്കരുത്. അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. അതവിടെ വെച്ചാലല്ലേ ഒരു കിസ് അടിച്ച് കളയും. ഇവരുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബോണ്ടിങ് ആണ് കണ്ടത്. രണ്ടുപേരും ഒരുമിച്ച് തോറ്റു. ഓക്കെ, കണ്ണും കണ്ണും നോക്കിയ. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഇനി അനു സംസാരിക്കാൻ പാടില്ല. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വര. ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. ഓക്കെ, ശരി. ഇനി അള്ളിന്ന് പറഞ്ഞല്ല, അവസ്ഥ കണ്ട് ചിരിച്ചതാ. റെഡി? ഓക്കെ, രണ്ടുപേരും ഗുഡ് ജോബ്.